അപ്പോൾ വണ്ടി വൃത്തിക്ക് കഴുകി ഞാൻ തുടക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി വണ്ടി കഴുകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. വണ്ടി നല്ലോണം തുടച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വരുന്ന പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ മൊത്തം ഒന്ന് അടിച്ചു വാരി ഇടുകയാണുള്ളൂ. ഇന്ന് തുടക്കുന്നില്ല, നാളെ ഞാൻ തുടക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്ന് എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ. വണ്ടി കഴുകാനൊക്കെ നിന്നതുകൊണ്ട് ഒരുപാട് പണി പെൻഡിങ്ങിലാണ്. ആകെ നനഞ്ഞ് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം കുളിക്കാൻ കയറി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വേഗത്തിൽ കിച്ചണിൽ കയറി. ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പണിയില്ല. പിന്നെ വേഗത്തിൽ ഞാൻ മീനെടുത്ത് ഫ്രീസറിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്ത് വെച്ചു. ഇന്ന് നമുക്ക് തളയനാണ് കേട്ടോ കിട്ടിയത്. അതൊക്കെ മുറിച്ച് സെറ്റാക്കി ആവശ്യമുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വെള്ളരിയും തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും മുറിച്ചിട്ട് വേഗത്തിൽ അടുപ്പത്ത് വെക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഞാൻ പൊരിക്കാനുള്ള മീൻ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പൊരിച്ചാൽ നല്ലപോലെ ഉപ്പും മുളകൊക്കെ പിടിക്കും കേട്ടോ. മീനിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കത്തി കൊണ്ട്. അങ്ങനെ വരഞ്ഞാൽ മുളകൊക്കെ വേഗത്തിൽ പിടിക്കും. അപ്പോൾ ഞാൻ എപ്പം പൊരിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ അത് ഏകദേശം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ഉപ്പേരിക്കുള്ള പയർ മുറിക്കുകയാണ് കേട്ടോ. ഞാൻ മുറിക്കുകയല്ല, ചോപ്പറിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതാക്കി മുറിച്ചിട്ട് ചോപ്പറിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പയറും ഉള്ളിയും പച്ചമുളകാണ് കേട്ടോ ഞാൻ ചോപ്പറിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തത്. അത് മുറിച്ചതിന് ശേഷം ഞാൻ പൊരിക്കാനുള്ള മീൻ ഈ ഒരു പാനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുളകും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും, കാരണം കുറച്ച് സമയമായല്ലോ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കറി ആയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വറവ് കഴിക്കുകയാണ്. ചെറിയുള്ളിയും കറിവേപ്പിലയും വെച്ചിട്ടാണ് വറവ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് മീൻ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീ ഓഫാക്കിയിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മറിച്ചിട്ടാൽ മീൻ പൊട്ടിപ്പോവില്ല, നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ഉപ്പേരിക്ക് മുറിച്ച് വെച്ച പയറില്ലേ, അത് ഞാൻ ചീൻചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടോ. പിന്നെ ഞാനൊരു ചമ്മന്തി പൊടിക്കാമെന്ന് വിചാരിച്ചു. മുളക് ചുട്ടിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തി. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഓരോന്നായിട്ട് ഒഴിച്ച് ടേബിൾ മില്ല് എടുത്തുകൊണ്ട് വെച്ചു. ബാക്കി കഴുകേണ്ട പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.